ലബനാനിലെ ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രുള്ള മരണപ്പെട്ടിട്ടില്ല, അദ്ദേഹം ഇറാഖിലുണ്ട് എന്ന ഒരു വാർത്ത വരുന്നു. അൽ ജസീറ അത് റിപ്പോർട്ട് ചെയ്യുന്നു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ലബനാനിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഇസ്രയേലി സൈനികർ കരയുദ്ധത്തിൽ എവിടെ എത്തി, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത്. ഈ കാണുന്നത് നമുക്കറിയാം ഇസ്രയേലിന്റെയും അതുപോലെ ലബനാനിന്റെയും ബോർഡറാണ്. 2-3 തവണ ഇസ്രയേലിന്റെ സേന ഒരാഴ്ചയിലധികമായി ലബനാനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇന്ന് വരെ ആ ഒരു ദൗത്യം പൂർത്തിയായിട്ടില്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. എന്നാൽ ഇന്ന് 2 സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ഒരു ശക്തമായ ശ്രമം ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക വിഭാഗം നടത്തുകയുണ്ടായി. ഒന്ന് ലബൂനയിലാണ്, രണ്ടാമത്തേത് നമുക്കറിയാം ഇവിടെയുള്ള മെറോൻ റൈസ് എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തു കൂടെയാണ്. അതായത് ഈ ഭാഗത്തു കൂടെ കയറാൻ ശ്രമിക്കുന്നു. അതേപോലെ ഇവിടെ അത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. എന്നാൽ ഈ 2 ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, ഇതാണ് ഈ ലബനാനും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിൽ അതിർത്തി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണിത്. ഇതാണ് ഈ രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ബോർഡർ. എന്നാൽ അതിനു മുമ്പ്, ഈ ഒരു നീക്കം നടത്തുന്നതിന് മുമ്പ്, ആദ്യ ദിവസം തന്നെ, അതായത് കരയുദ്ധം ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന്റെ സൈന്യം കടന്നു കയറാൻ ശ്രമിച്ച ഒരു ഭാഗമായിരുന്നു ഈ ഉദൈസ എന്നറിയപ്പെടുന്ന ഭാഗം. ഈ ഉദൈസയിൽ വെച്ചായിരുന്നു അതിശക്തമായ രൂപത്തിലുള്ള ചെറുത്തുനിൽപ്പുണ്ടായി ഈ ലബനാനിലെ ഹിസ്ബുള്ളയിൽ നിന്ന്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് ഈ ബോർഡർ. ഈ ബോർഡർ ഇങ്ങനെയാണ് ലബനാനിലെ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇസ്രായേലും അതിർത്തി പങ്കിടുന്നത്. എന്നാൽ ഇവിടെയാണ് ഇന്ന് നമ്മൾ ഇസ്രായേലിന്റെ സേന കടന്നു കയറാൻ ശ്രമിച്ച ലബൂന എന്നറിയപ്പെടുന്നത്. ഈ ഒരു ഭാഗത്തിലൂടെയാണ് ഇന്ന് കടന്നു കയറാൻ ശ്രമിച്ചത് ഈ 2 സ്പേസുകൾ. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഉദൈസയിലൂടെ കടന്നു കയറാൻ വേണ്ടി ഇസ്രയേലിന്റെ സേന ശ്രമം നടത്തുകയുണ്ടായി. അങ്ങനെ ഒരു ശ്രമം ഉണ്ടാകുമ്പോഴാണ് അവിടെ ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടായി എന്ന് മാത്രമല്ല, നമുക്കറിയാം ഏകദേശം 70-ലധികം സൈനികരാണ് അവിടെ ആ ഒരു ശ്രമത്തിനിടയിൽ നിലം പതിച്ചിട്ടുള്ളത്. 20-ലധികം സൈനികർ മരണപ്പെടുകയും ബാക്കിയുള്ള ആളുകൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ സേന തന്നെ പറഞ്ഞത് ഇതൊരു അസാധാരണമായ സംഭവം എന്നാണ്. കാരണം ഇത്രയും കൂടുതൽ ആളുകൾ ഒരു ഏറ്റുമുട്ടലിൽ പരിക്കേൽക്കുക അല്ലെങ്കിൽ മരണപ്പെടുക എന്നത് ഒരു അസാധാരണ സംഭവമാണ് എന്നാൽ അങ്ങനെ ഒരു ശ്രമം ഇസ്രായേലിന്റെ സേന നടത്തിയപ്പോൾ ഹിസ്ബുള്ള ഈ വഴി, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ മെറൂൺ റൈസ് എന്ന് പറയുന്ന ഈ ഭാഗത്തിന്റെ തൊട്ടടുത്ത ഭാഗത്തുകൂടെ ഇസ്രായേലിന്റെ സേനയെ വളയാനുള്ള ശ്രമം നടത്തി. അതായത് ഇസ്രായേലിന്റെ അകത്തേക്ക് അവർ കടക്കുകയുണ്ടായി. എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ ഭാഗത്തുകൂടെ, അതായത് ഇവിടെ ഈ ഭാഗത്ത്, അതായത് ലബനാനിന്റെ ഉൾഭാഗത്ത്, അതായത് ഏറ്റവും ലബനാനോട് അടുത്ത് നിൽക്കുന്ന, ബൈറൂത്തിനോട് അടുത്ത് നിൽക്കുന്ന അതിർത്തി ഒഴിവാക്കി ഈ ഭാഗത്ത് നിന്ന് തന്നെ ലബനാനിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. ഈ ലബൂനയിൽ വെച്ചുണ്ടായ ഈ ശ്രമം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇസ്രയേലിന്റെ ധാരാളം മെർക്കോവ ടാങ്കുകളും കവചിത വാഹനങ്ങളും അടങ്ങുന്ന ഒരു വലിയ സംഘത്തെയാണ് ഇന്ന് ഹിസ്ബുള്ള നേരിട്ടിരിക്കുന്നത്. ധാരാളം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ രൂപത്തിലാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ രൂപത്തിലാണ് ഇന്ന് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇത് ഇസ്രായേലിന്റെ IDF മെറൂൺ റൈസ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അവരുടെ സൈന്യം കടന്നു, അതായത് ലബനാനിന്റെ ഉള്ളിലേക്ക് കടന്നു കയറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വീഡിയോയുടെ തൊട്ട് പിന്നാലെയാണ് അതിശക്തമായ രൂപത്തിലുള്ള തിരിച്ചടി ഉണ്ടായി എന്ന വാർത്ത വരുന്നു. ഇസ്രായേലിന്റെ സേന പിൻവാങ്ങിയതായിട്ടുള്ള വാർത്തയും വരുന്നു. ഇതെല്ലാം IDF പുറത്തുവിട്ടതാണ്. ഹിസ്ബുള്ളയുടെ ആയുധങ്ങളും അതുപോലെ അവരുടെ പ്രത്യേകമായ സൈനിക നീക്കം നടന്ന ഭാഗങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് IDF ഇന്ന് പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോ ആണ്. എന്നാൽ ഇതിന് തൊട്ട് പിന്നാലെയാണ് അതിശക്തമായ തിരിച്ചടി ഉണ്ടായി. ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് അവര് വീണ്ടും അതിർത്തിയിലേക്ക് തന്നെ നീങ്ങി എന്നുള്ള വാർത്ത വരുന്നു. നമുക്ക് കാണാൻ സാധിക്കും, ഇതാണ് ലബൂനയിൽ ഉണ്ടായ സംഭവം. ലബൂനയിൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും, കുറെ അകലെയായി പുക ഉയരുന്നത്. ഇത് മെർക്കോവ ടാങ്ക് തകർത്തുകൊണ്ട് മിസൈലുകളും അതുപോലെ തന്നെ ആന്റി ടാങ്ക് മിസൈലുകൾ തുടങ്ങിയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ ആക്രമണം നടത്തി അവരുടെ ടാങ്കുകളും കവചിത വാഹനങ്ങളും കത്തി നശിക്കുന്ന ഒരു വീഡിയോ ആണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് ശക്തമായ രൂപത്തിലുള്ള തിരിച്ചടിയാണ് ലബൂനയിൽ
ഇസ്രായേലിന്റെ സൈന്യം നേരിട്ടിട്ടുള്ളത്. അവിടെ നിന്നുള്ള സൈനികരെ രക്ഷപ്പെടുത്തുന്ന വീഡിയോ ആണ്, രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 ഹെലികോപ്റ്ററുകൾ അതിനുവേണ്ടി പ്രത്യേകമായി സർവീസ് നടത്തുന്നത് ഇതിൽ കാണാൻ സാധിക്കും. നിലവിൽ ഒരാഴ്ചയിലധികം കഴിഞ്ഞുവെങ്കിലും ഇസ്രായേലിന്റെ സൈന്യത്തിന് ലബനാനിലേക്ക് കയറാൻ അല്ലെങ്കിൽ ഒരു കരയുദ്ധം ശക്തമായ രൂപത്തിൽ നടത്താൻ സാധിച്ചിട്ടില്ല. കാരണം അതിശക്തമായ ചെറുത്തുനിൽപ്പും തിരിച്ചടിയുമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ലബനാനിലാണെങ്കിലും ഫലസ്തീനിലെ ഗസയിലൊക്കെ ആണെങ്കിലും ഇസ്രായേലിന്റെ സൈനികർ കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ അവർ ഒരുക്കി കൊടുക്കുകയും പിന്നീട് വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെയൊക്കെ കാണുന്നത്. എന്നാൽ അതിലപ്പുറം ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു വാർത്ത, ഈ ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവ് ലാപിഡ് അദ്ദേഹം ശക്തമായ രൂപത്തിലുള്ള ഒരു പ്രതികരണമാണ് നെതന്യാഹുവിനെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ഇറാന്റെ ആക്രമണം നടക്കുന്ന സമയത്ത് ഞാൻ كان عليك أن تتوسل إلى الأمريكيين أن يساعدوك في الدفاع عن دولة إسرائيل في الوقت الذي فيه كنت مختبئا في فيلا لملياردير في غرفة محصنة تحت الأرض تحت إدارتك. نعم، الحقيقة قاسية، الحقيقة تؤلم، انهيار كامل ليس فقط الأمن بل الاقتصاد أيضا. هناك انخفاض 60% بالاستثمارات التكنولوجية في البلاد. في الانتخابات السابقة كنت في محطة للوقود وقلت انك ستخفض اسعار الوقود، ولكن اسعار الوقود ارتفعت 5 اضعاف. لن يكون لك اي ارث سوى هذا الخراب. هذا كل ما سنتذكره. അതിഗുരുതരമായ ഒരു ആരോപണമാണ് നെതന്യാഹുവിനെതിരെ നടത്തിയിട്ടുള്ളത്. നെതന്യാഹുവിനോട് പറയുന്നു, നീയും അതുപോലെ ഞാൻ അടക്കമുള്ള പലരും ഭൂമിക്കടിയിൽ വലിയ വലിയ സമ്പന്നരായ ആളുകൾ ഉണ്ടാക്കി വെച്ച ബങ്കറിനുള്ളിൽ ഒളിക്കുകയല്ലേ ചെയ്തത്. ഇറാന്റെ ആക്രമണം നടക്കുന്ന സമയത്ത് ഇറാന്റെ ആക്രമണത്തിൽ എണ്ണ കത്തി നശിക്കുകയുണ്ടായി, ഗ്യാസ് നശിക്കുകയുണ്ടായി. മാത്രമല്ല, എണ്ണയ്ക്ക് വില കൂടുകയില്ല എന്ന് നീ ആളുകൾക്ക് മുന്നിൽ പച്ചക്കള്ളം പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ അത് 5 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ സമ്പദ്ഘടന ആകെ തകിടം മറിഞ്ഞിരിക്കുന്നു. 60% ടെക്നോളജികളിൽ വലിയ കൂപ്പുകുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ശക്തമായ ആരോപണം. അതായത് നെതന്യാഹു പരമാവധി ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതിപക്ഷം ആഞ്ഞടിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന്, അതായത് ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രുള്ള മരണപ്പെട്ടിട്ടില്ല എന്ന ഒരു വാർത്ത വരുന്നു. ഇത് നമുക്കറിയാം, 2006 സമാനമായ സംഭവം ഉണ്ടായിരുന്നു. നസ്രുള്ള മരണപ്പെട്ടു എന്ന വാർത്ത വന്നിരുന്നു. പക്ഷേ അതിനുശേഷമാണ് അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന കാര്യം പിന്നീട് ലോകം അറിയുന്നത്. ഒരുപക്ഷെ ഇത് ഹിസ്ബുള്ളയുടെ തന്ത്രമാകാം. കാരണം അദ്ദേഹത്തെ ഇനി ലക്ഷ്യം വെക്കാതിരിക്കാനുള്ള, അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കിയതാകാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഒരു സംഭവം അൽ ജസീറ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ലബനാനിൽ നിന്ന് وصلنا الآن من مكتب التخريب أن السيد حسن نصر الله لم يمت وقد شوهد في كربلاء بشهادة المعمم نبراس البصري الذي لم يتسنى لنا التحقق من قدراته العقلية. السيد موجود وخذوها قاعدة، ما أقسم ولا أزم، لكن الأيام ستبرهن على كلامي. السيد موجود حي يرزق. ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, അദ്ദേഹം ഇപ്പോൾ കർബലയിൽ ഉണ്ട് എന്നാണ് ഈ ഷെയ്ഖ് നിബ്രാസ് അൽ ബസ്രി എന്നറിയപ്പെടുന്ന ഇറാഖിലുള്ള ഇദ്ദേഹം പറയുന്നത്. വസ്തുത എന്താണ് എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കുകയില്ല. പക്ഷെ ഇങ്ങനെയുള്ള പല വാർത്തകളും ഇടയിലെല്ലാം പല സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കാണാൻ സാധിച്ചിരുന്നു. പക്ഷെ അതിൽ അർത്ഥമുണ്ടാവുകയില്ല, അതിന് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന കർബലയിലുണ്ട്, അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വസ്തുത എന്താണ് എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹത്തെ ഇസ്രായേൽ സേന ലക്ഷ്യം വെച്ച ദിവസം തന്നെ പല ആളുകളും പറഞ്ഞിരുന്നു അദ്ദേഹം ആ സ്ഥലത്ത് ഇല്ല, ബൈറൂത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതേസമയം അദ്ദേഹത്തിന്റെ ബോഡി യാതൊരു തകരാറും സംഭവിക്കാതെ ബോഡി ലഭിച്ച വാർത്തയും അതോടൊപ്പം തന്നെ നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ യഥാർത്ഥത്തിൽ വസ്തുത എന്താണ് എന്ന കാര്യം നമുക്കറിയില്ല. ലോകം അതിന്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്.
പക്ഷെ ഈ പറയുന്ന വാർത്തകൾക്ക് വസ്തുതയുമായി എത്രമാത്രം ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല.